ഹരിച്ചേട്ടാ, കഴിഞ്ഞ ദിവസം നമ്മളെ എല്ലാവരെയും വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത കേട്ടു. ടാറ്റ സൺസിൻ്റെ ചെയർമാൻ ചന്ദ്രശേഖരൻ, അദ്ദേഹം ടാറ്റയിലെ എല്ലാ ജീവനക്കാർക്കും വർഷത്തിൻ്റെ അവസാനം ഈ ഡിസംബർ മാസത്തിൽ ഒരു കത്തയക്കും. അപ്പോൾ ആ കത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് നമ്മളെ എല്ലാവരെയും ആനന്ദിപ്പിക്കുന്നത്. അതായത് നമ്മുടെ രാജ്യത്ത് ഒരു ഉൽപ്പാദന മേഖലയിൽ അതിൻ്റെ സുവർണ യുഗം ആരംഭിക്കാൻ പോവുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് വലിയ നേട്ടം നമുക്കുണ്ടാകും, അത് സ്വീകരിക്കാൻ ഇന്ത്യൻ ജനത തയ്യാറാകണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം നൽകിയ സന്ദേശം അതാണ്. എന്താണ് ഇതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇതിൻ്റെ വിശദാംശങ്ങളൊന്ന് പറയാമോ? ശരിയാണ്. ടാറ്റ സൺസിന്റെ ചെയർമാനായ ചന്ദ്രശേഖരൻ ടാറ്റ ഗ്രൂപ്പിലെ എല്ലാ എംപ്ലോയീസിനും, അതായത് എല്ലാ ജീവനക്കാർക്കും വർഷാവസാനത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ഇമെയിൽ സന്ദേശമുണ്ട്. അതിലൂടെ അദ്ദേഹം അവരുമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്, സംവദിക്കുകയാണ്. അപ്പോൾ അതിൽ അദ്ദേഹം വളരെ പ്രതീക്ഷാ നിർഭരമായ ദിനങ്ങളാണ് വരാൻ പോകുന്നത് എന്ന സൂചനയാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്തിലെ തന്നെ ഏറ്റവും മൂല്യമുള്ള ഒരു വ്യവസായ ഗ്രൂപ്പാണ് ടാറ്റ. ആ ടാറ്റ സൺസ് എന്ന് പറയുന്നത് ടാറ്റയുടെ കമ്പനികളുടെ ഒരു അംബർലയാണ്. അതിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ടാറ്റ മോട്ടോഴ്സ്, അവരാണ് കാറുകളും അതുപോലെ ലോറി, ബസ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ TCS, ടാറ്റ കൺസൾട്ടൻസി സർവീസ്, പിന്നെ ടാറ്റ കെമിക്കൽസ് ഉണ്ട്. അങ്ങനെ നിരവധി കമ്പനികളുണ്ട് ടാറ്റ സൺസിന്റെ കീഴിൽ. അതിന്റെ ഹോൾഡിംഗ് കമ്പനി, അതിനെ എല്ലാം നിയന്ത്രിക്കുന്ന ഒരു കമ്പനിയാണ് ടാറ്റ സൺസ്. അതിന്റെ ചെയർമാനാണ്. അതുപോലെ നമ്മൾ പരാമർശിക്കാൻ മറന്നുപോയത്, ഇപ്പൊ എയർ ഇന്ത്യയും ടാറ്റയുടെ ഭാഗമാണ്. വിസ്താരയും എയർ ഇന്ത്യയും കൂടെ ചേർത്തിട്ട് ടാറ്റയുടെ ഭാഗമാണ്. അപ്പോൾ അതിന്റെ ചെയർമാനായ ചന്ദ്രശേഖരൻ പറയുന്നത്, 2025 മുതൽ ഇന്ത്യയുടെ മാനുഫാക്ചറിങ്, അതായത് ഉൽപാദന മേഖലയുടെ സുവർണ യുഗം തുടങ്ങുകയാണ്. അദ്ദേഹം വെറുതെ ജ്യോതിഷനൊന്നുമല്ല, ചുമ്മാ അങ്ങ് പ്രവചിക്കുകയൊന്നുമല്ല. അതിന് ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെന്ന് പറയുന്നത്, അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഗ്ലോബൽ വാല്യൂ ചെയിൻ സിസ്റ്റം അത് ഇന്ത്യയിലേക്ക് മാറുകയാണ്. ഞാനതൊന്ന് വിശദീകരിക്കാം. വാല്യൂ ചെയിൻ എന്ന് പറയുന്നത്, ഇപ്പൊ ഉദാഹരണത്തിന് എയർബസ് എന്ന് പറയുന്ന കമ്പനി, എല്ലാവർക്കും അറിയാമല്ലോ, എയർബസ് വിമാന നിർമ്മാണ കമ്പനിയാണ്. എയർബസ് A300 എന്നൊക്കെയുള്ള വിമാനങ്ങളാണ് നമ്മുടെ ഒരുപാട് എയർ ഇന്ത്യ ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് വാല്യൂ ചെയിൻ എന്ന് പറയുന്നത്, ഇതിന്റെ ഇപ്പൊ എയർബസ് കമ്പനി പിന്നെ യൂറോപ്യൻ കമ്പനിയാണ്, മുഖ്യമായിട്ടും ഫ്രഞ്ച് കമ്പനിയാണെങ്കിലും അവിടെ അതിന്റെ എല്ലാ പാർട്സും അവിടെ തന്നെ അല്ല ഉൽപ്പാദിപ്പിക്കുന്നത്. എയർബസിന് ഇന്ത്യയിൽ ബാംഗ്ലൂർ യൂണിറ്റ് ഉണ്ട്, ഹൈദരാബാദിലുണ്ട്. അതുപോലെ ടാറ്റയും എയർബസും കൂടെ ചേർന്നിട്ട് പിന്നെ വിമാനം തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ പിന്നെ നിർമ്മിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അത് ഗുജറാത്തിലാണ്. അപ്പോൾ വാല്യൂ ചെയിൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നത്തിന്റെ വിവിധ ഘടകങ്ങൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് സോഴ്സ് ചെയ്യുക. ഇതിനാണ് വാല്യൂ ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സോഴ്സ് ചെയ്യാനായി രാഷ്ട്രങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ ഇന്ന് ലോകത്തിലെ എല്ലാ മേഖലകളിലും ഇന്ത്യയെ അതിൽ നിർണായകമായ പങ്കാണ്. മുമ്പ് പിന്നെ ഇങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാവരും ഒറ്റ ചോയ്സേ ഉള്ളായിരുന്നു, അത് ചൈനയാണ്. അതിനാലാണ് ചൈനയാണ് ലോകത്തിന്റെ ഫാക്ടറി എന്ന പേര് ഉണ്ടായത്. ഇന്ത്യക്ക് പുരോഗതി ഉണ്ടായത് സർവീസ് മേഖലയിലായിരുന്നു, സേവന മേഖലയിൽ. ഇന്ത്യയിലെ സോഫ്റ്റ്വെയർ കമ്പനികൾ എന്ന് പറയുന്നത് അതിന്റെ താഴെ അറ്റത്തുള്ളതായിരുന്നു. ഞാൻ വില കുറച്ച് കാണുകയല്ല, പക്ഷെ ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ വിപ്ലവം അല്ലെങ്കിൽ പുരോഗതി എന്ന് പറയുന്നത് അത് അത്ര വലിയൊരു നേട്ടമൊന്നും അല്ലായിരുന്നു. കാരണം ഇതിന്റെ താഴെ, ഈ ചെയിനിന്റെ താഴെ അറ്റത്തായിരുന്നു. പിന്നെ അതിൽ നമ്മൾ ആ ഒരു ഘട്ടത്തില് വേണ്ട രീതിയിൽ നമുക്ക് പിന്നെ തൊഴിലെടുക്കാനുള്ള ചെറുപ്പക്കാരുണ്ടായിരുന്നതുകൊണ്ടും പിന്നെ ഇൻഫോസിസ്, നാരായണമൂർത്തിയൊക്കെ പോലുള്ള ആൾക്കാർ അത് പ്രയോജനപ്പെടുത്തിയത് കൊണ്ടും ആ മേഖലയിൽ ഇന്ത്യക്ക് ഒരു കുതിച്ചുചാട്ടം ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. പിന്നെ സർവീസ് മേഖലയാണ് ഇപ്പോഴും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ടും തൊഴിലവസരങ്ങളും കൊടുക്കുന്ന ഒരു മേഖല. ഏറ്റവും വലുതല്ല, ഒരു മേഖല. പക്ഷേ അതൊന്നുമല്ല ഒരു രാഷ്ട്രത്തിന്റെ പുരോഗതി അളക്കുന്നത്. പുരോഗതി അളക്കണമെങ്കിൽ മാനുഫാക്ചറിങ് ഉണ്ടാകും. അപ്പോഴാണ് ബ്രാൻഡുകൾ ഇന്ത്യയിൽ നിന്ന്, ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഇന്ത്യയിൽ എത്ര ബ്രാൻഡ് ഉണ്ട്? വലിയ ബ്രാൻഡൊന്നും ഇല്ല ഇന്ത്യയിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുന്നത് മിത്സുബിഷി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലോട്ട് ഓടി, അത് ജപ്പാൻ കമ്പനിയാണ്. അല്ലെങ്കിൽ കാനോൺ ക്യാമറ, അതല്ലെങ്കിൽ ഡെൽ കമ്പ്യൂട്ടർ. ഇതൊക്കെ നിങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ ഒരു ബ്രാൻഡ് ഇന്ത്യയിൽ ഇല്ല. പക്ഷേ ഇന്ത്യയിൽ സോഫ്റ്റ്വെയർ രംഗത്ത് ഇന്ത്യയിൽ വലിയ പുരോഗതിയുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ബ്രാൻഡ് വരണമെങ്കിൽ നമുക്ക് മാനുഫാക്ചറിങ് ഉണ്ടാവണം. ആ മാനുഫാക്ചറിങ് വന്നെങ്കിൽ മാത്രമേ ഒരു രാഷ്ട്രത്തിന്റെ യഥാർത്ഥ പുരോഗതി വരും. അതിന് സാങ്കേതിക വിദ്യയുടെ ആവശ്യമുണ്ട്. ആ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് സ്വയം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലൂടെ രൂപപ്പെടുത്തിയെടുക്കാൻ ഒരുപാട് കാലം പിടിക്കുമായിരുന്നു.
അത് പലയിടത്തു നിന്നും പല രീതിയിലും നമുക്ക് കൈവശപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു. ചൈന അങ്ങനെ കൈവശപ്പെടുത്തി, കൊറിയ കൈവശപ്പെടുത്തി. ഇവരൊക്കെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ്. അതായത് ഒരു ഉൽപ്പന്നം ഒരു രാജ്യത്ത് നിന്ന് വാങ്ങിച്ച് അതെല്ലാം അഴിച്ചു പറിച്ച് അത് വീണ്ടും ഫിറ്റ് ചെയ്ത് അപ്പോൾ അവർ മനസ്സിലാക്കി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. അങ്ങനെയാണ് അവരുണ്ടാക്കിയത്. പക്ഷെ ഇന്ത്യക്ക് അതിനുള്ള അവസരമില്ലായിരുന്നു. ഇപ്പോൾ അതിന്റെ അവസരം ഇന്ത്യക്ക് വന്നു. അതിന് ചില കാരണങ്ങളുണ്ട്. പ്രശാന്ത് എന്താണ് ചോദിക്കാൻ വന്നത്? അത് ചോദിച്ചു. അതിലേക്കാണ് ഞാനും വന്നത്. നമ്മളിപ്പോൾ ഈ ഉൽപ്പാദന മേഖലയിൽ ഒരു വലിയ കാൽവയ്പ് നടത്താൻ കാൽവയ്പ് നടത്തിയിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാരണം 25 മുതൽ ഉൽപ്പാദനം വലിയ തോതിൽ ആരംഭിക്കണമെങ്കിൽ അതിനുള്ള മുന്നൊരുക്കങ്ങൾ വേണമല്ലോ. അപ്പോൾ ആ മുന്നൊരുക്കങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരിക്കുന്നു എന്നാണ് അർത്ഥം. ഇല്ലെങ്കിൽ പിന്നെ ടാറ്റയുടെ മേധാവി ഇങ്ങനൊരു കാര്യം പറയില്ലല്ലോ. എന്തായാലും എൻ്റെ ഒരു ചോദ്യം, അങ്ങ് പറഞ്ഞത് ആ അടിസ്ഥാനത്തിൽ തന്നെ ഈ ചൈനയിൽ ഇന്ന് ഉൽപ്പാദനം നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്പനികൾ, അത് യൂറോപ്യൻ കമ്പനികളാകട്ടെ, മറ്റേതെങ്കിലും കമ്പനികളാകട്ടെ, അമേരിക്കൻ കമ്പനികളാകട്ടെ, അവരൊക്കെ വലിയ തോതിൽ ഇന്ത്യയിലേക്ക് വരും എന്നാണ് പറയുന്നത്. ഇത് ചൈനീസ് എക്കോണമിയെ വലിയ തോതിൽ ബാധിക്കുകയും നമുക്ക് വലിയൊരു ബൂം ഉണ്ടാക്കുകയും ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് അതേക്കുറിച്ച് അങ്ങേക്ക് പറയാനുള്ളത്? അപ്പോൾ പ്രശാന്ത് ചോദിച്ച ചോദ്യത്തിന് രണ്ട് മറുപടികളാണ് എനിക്കുള്ളത്. അതായത് ഇത് ചൈനയെ വലുതായിട്ടൊന്നും ബാധിക്കും. അതായത് ചൈനയോടൊപ്പം ഇന്ത്യയും വളരും. പക്ഷേ അതുകൊണ്ട് ചൈന ഉടൻ തന്നെ ദാരിദ്ര്യത്തിലേക്ക് പോകും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം ചൈന അവരുടേതായ രീതിയിൽ മുന്നേറി കഴിഞ്ഞു. ചൈനയുടെ ഈ പുരോഗതി ഒരു പരിധിവരെ അവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. പക്ഷെ അതോടൊപ്പം ചൈനയ്ക്ക് സമശീർഷമായ ഒരു രാഷ്ട്രമായി ഇന്ത്യ മാറുകയും ചെയ്യും. ഇതാണ് അതിന്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എന്തുകൊണ്ടാണ് ചന്ദ്രശേഖരൻ പറഞ്ഞത് ഇങ്ങനെ? അതായത് കോവിഡ് കാലം തൊട്ടാണ് ഇന്ത്യയുടെ പുരോഗതി തുടങ്ങുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കോവിഡിൽ ഇന്ത്യ ഒരുപാട് റെസിലിയൻസ് കാണിച്ചു. ഇന്ത്യക്ക് ഞാൻ പറഞ്ഞു സാങ്കേതിക വിദ്യയുടെ അഭാവം കുറച്ചുണ്ട്. പക്ഷെ അതേസമയം ഏത് പരിതസ്ഥിതിയോടും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. അത് നമ്മുടെ ഒരു വലിയ ജനവിഭാഗമുണ്ട് വിദ്യാഭ്യാസമുള്ളത്. അതുകൊണ്ടാണ് ചെറിയ ചെറിയ ഉൽപ്പന്നങ്ങളായാലും കോവിഡ് വന്നപ്പോൾ നമുക്ക് മാസ്ക് തൊട്ട് പിന്നെ ഓക്സിജൻ സിലിണ്ടറുകൾ തൊട്ട് അങ്ങനെ മാത്രമല്ല ഇന്ത്യ സ്വന്തമായി 2 വാക്സിനുകളും ഉണ്ടാക്കി പിന്നെ കോവിഡിനെ നേരിട്ടു. ഇത് ലോകത്തെ അത്ഭുതപ്പെടുത്തി. അത് അപ്പോൾ ആണ് ഇന്ത്യയുടെ കരുത്ത് ലോകം തിരിച്ചറിഞ്ഞു. ഇതാണ് ചന്ദ്രശേഖരൻ മുഖ്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ റെസിലിയൻസ് ഇംഗ്ലീഷിൽ പറയാം, അതായത് ഏത് പരിസ്ഥിതിയും മെയ് വഴക്കം എന്ന് മലയാളത്തിൽ പറയാതെ. പക്ഷെ മെയ് വഴക്കമാണോ എന്ന് ചോദിച്ചാൽ അത്ര അതിന് വേറൊരു ട്രാൻസ്ലേഷനാണ് കൊടുക്കേണ്ടത്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ മെയ് വഴക്കം ഇന്ത്യക്കുണ്ട്. ഏത് പരിസ്ഥിതി അപകടത്തിലും ഇന്ത്യ 4 കാലം നിൽക്കും. ഒരു പൂച്ച പിന്നെ ഉയരത്തിൽ നിന്ന് താഴെ വീണാലേ അത് ഏതായാലും തലയും കുത്തി വീഴത്തില്ല, അത് 4 കാലം തന്നെ നിൽക്കും. അതാണ് ഇന്ത്യക്ക് ഇപ്പോൾ ഒരു. പക്ഷെ ടെക്നോളജി നമ്മൾക്ക് വിദേശ സഹകരണത്തോടുകൂടി ടെക്നോളജി വരുന്നുണ്ട്. അങ്ങനെ ടെക്നോളജി അതിൻ്റെ ഫലമാണ്. പ്രശാന്ത് ചോദിച്ച ചോദ്യമാണ് ഇന്ത്യ ഈ മേഖലയിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആപ്പിൾ കമ്പനി. അതിൻ്റെ അതായത് മാനുഫാക്ചറിങ് ബേസ് ഇന്ത്യയിലേക്ക് ഒരു വലിയ രീതിയിൽ ചൈനയിൽ നിന്നും ഷിഫ്റ്റ് ചെയ്തു. മനസ്സിലായോ? അപ്പോൾ ആപ്പിളിന്റെ ഏറ്റവും വലിയ 2 നിർമ്മാണശാലകൾ ഇന്ന് പിന്നെ കർണാടക തമിഴ്നാട് അതിർത്തിയിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ ഉദാഹരണങ്ങൾ വന്നു. ഇപ്പൊ എയർബസ് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ടാറ്റയും എയർബസും കൂടെ ചേർന്നിട്ട് ഗുജറാത്തിൽ നിന്നും ഒരു പ്ലെയിൻ തന്നെ നിർമ്മിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു ഡ്രോൺ നിർമ്മാതാക്കളായിട്ടുള്ള ഇസ്രായേലി കമ്പനി എൽബിറ്റ് സിസ്റ്റംസ് പിന്നെ അദാനി ഗ്രൂപ്പുമായി ചേർന്ന് ഹൈദരാബാദിൽ നിന്നും സ്വന്തം ഡ്രോൺ ഉണ്ടാക്കി. ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൽ ഇന്ത്യയിൽ നിർമ്മിച്ച 20ഓളം ഡ്രോണുകൾ അവരുടെ കമ്പനിയുടെ തന്നെ ആണ്, പക്ഷെ നിർമ്മിച്ചത് ഇന്ത്യയിലാണ്. അത് അവിടേക്ക് കയറ്റി അയച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യക്ക് ടെക്നോളജി ട്രാൻസ്ഫർ ഇന്ത്യയിൽ വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടാറ്റയുടെ വാഹനങ്ങൾ തന്നെ നിങ്ങൾ നോക്കിയാൽ 2000-ലൊക്കെ ഉണ്ടായിരുന്ന ടാറ്റയുടെ കാറുകളല്ല ഇന്നത്തേത്. അത് എങ്ങനെയാണ് കിട്ടിയതെന്ന് പറഞ്ഞാൽ ലാൻഡ് റോവർ, ജാഗ്വാർ JLR എന്ന് പറയുന്ന ജാഗ്വാർ ലാൻഡ് റോവർ കമ്പനി ടാറ്റ ഏറ്റെടുത്തുകൊണ്ടാണ്. അതുപോലെ തന്നെ മഹീന്ദ്രയും ഇതുപോലെ ചില കൊറിയൻ കമ്പനികൾ ഏറ്റെടുത്ത് അവരുടെ ടെക്നോളജി മെച്ചപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കുറവുകളെ പരിഹരിക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടന്നു. അതിൽ നമ്മൾ വിജയിക്കുകയും ചെയ്യുന്നു. ചൈനയും ഇന്ത്യയും സമശീർഷമായി വികസിക്കും. അല്ലാതെ ചൈന ഒറ്റയടിക്ക് നശിച്ചു പോകുന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ ഇന്ത്യ ഒട്ടും മോശമല്ലാതാവും. ചിലപ്പോൾ ചൈനയെക്കാളും മുകളിലെത്താനും ഇന്ത്യക്ക് വലിയ സാധ്യതയുണ്ട്. ഇതാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഒരു ചോദ്യം കൂടി ഈ വിഷയത്തിൽ ചോദിക്കുകയാണ്. ഞാനിത് ചോദിക്കാൻ കാര്യം, ഈ ചൈനയുടെ വളർച്ചാ നിരക്ക് കുറയുകയും ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് കൂടുകയും ചെയ്യുന്നു എന്നുള്ള പഠനങ്ങൾ ഇപ്പം IMF പോലെയുള്ള
ഏജൻസികളുടെ പഠനങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഈ വിഷയം ചോദിച്ചത്. അതുകൂടെ പറഞ്ഞ് അങ്ങേക്ക് ഇത് അവസാനിപ്പിക്കാം. അല്ല, വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് ഒരു പരിധി വരെ വളർന്നു കഴിഞ്ഞാൽ പിന്നീട് ഇപ്പോഴത്തെ വേഗത ഇന്ത്യക്കാണേലും ഉണ്ടാവില്ല. കാരണം ചൈനയുടെ എക്കണോമി എന്ന് പറയുന്നത് GDP 16 ട്രില്യൺ, ബില്യൺ അല്ല ട്രില്യൺ US ഡോളറാണ്. ഇന്ത്യയുടേത് ഏതാണ്ട് 4 ട്രില്യന് താഴെ നിൽക്കുകയാണ്, 4നോട് അടുത്തേ ഉള്ളൂ. 3.9 3.8 നിൽക്കുകയാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവർ വളർച്ചയുടെ ഒരു ഘട്ടം പിന്നിട്ട് കഴിഞ്ഞു. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കുട്ടി 18 വയസ്സ് വരെ വേഗം വളരും. 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വളരുമോ? ആ വളർച്ചയുടെ ആ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അത് അങ്ങനെ തന്നെ നിൽക്കും. പക്ഷെ ആ ഒരു കരുത്തും ഊർജ്ജസ്വലതയും എല്ലാം അവർക്കുണ്ടാവും. അതുപോലെ തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ വളർച്ചയിൽ മുന്നോട്ട് പോവുകയാണ്. അതായത് ചന്ദ്രശേഖരൻ പറഞ്ഞ 2025 മുതൽ തുടങ്ങുകയാണ് നമ്മുടെ വളർച്ച. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം. കാരണം നമ്മുടെ തലമുറയും ആ വളർച്ച കാണും. വരാനിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അതിന്റെ പ്രയോജനം കിട്ടും. എല്ലാ ഭാരതീയർക്കും സന്തോഷിക്കാനുള്ള ഒരു അവസരമാണ്. ഇന്ത്യ ഒരു മാനുഫാക്ചറിങ് ബേസായിട്ട് ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന മൊബൈൽ ഫോണുകൾ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ കയറ്റുമതി ചെയ്യുന്ന ഒരു രാഷ്ട്രമായിട്ട് ഇന്ത്യ, പ്രത്യേകിച്ച് സ്മാർട്ട് ഫോൺ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, പിന്നെ ഈ മേഖലകളിലെല്ലാം തന്നെ ഇന്ത്യ വലിയ കുതിച്ചുചാട്ടം നടത്തും വരും ദിവസങ്ങളിൽ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് ആ നല്ല ദിനങ്ങൾക്കായിട്ട് കാത്തിരിക്കാം. നല്ല വാർത്തയാണ് നമ്മൾ കേട്ടതും നമ്മൾ പങ്കുവച്ചതും. നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ച അത് വലിയ തോതിൽ പുരോഗമിക്കട്ടെ, അതിന് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. സമ്പദ് സമൃദ്ധമായ ഒരു ഇന്ത്യ, അതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അത് സാധിക്കട്ടെ. തീർച്ചയായിട്ടും. നമസ്തേ. നന്ദി.